വചനാടിസ്ഥാനമുള്ളവർ തിരുവെഴുത്തുകളെയും അതിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നവരായിരിക്കും. 5 വചനാടിസ്ഥാനത്തിലുള്ളവർ അസത്യത്തിനും ദുരുപദേശത്തിനും എതിരായി പോരാടുന്നവരായിരിക്കും. അസത്യം ഒരു കാട്ടുതീയാണെങ്കിൽ ആ കാട്ടുതീയെ കെടുത്തുന്ന വൻമഴയാണ് സത്യമെന്ന ദൈവവചനം. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ളത് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലാണ്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കൂട് മുളയ്ക്കുന്നത് പോലെ ദുരുപദേശങ്ങൾ വർദ്ധിക്കുകയും അവിടെയൊക്കെ? അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, അംഗങ്ങൾ പെരുകുന്നത് കൊണ്ട് നല്ലതാകണമെന്ന് ഞാൻ പറയുകയില്ല. ബൈബിളിൽ തെളിവില്ല. അംഗബലം കൂടിയത് കൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെയാണെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിൽ എത്രയോ വലിയ ചർച്ചുണ്ട്, വലിയ വലിയ കത്തീഡ്രൽ ഉണ്ടല്ലോ. അതിൽ നമുക്ക് പോകരുതോ? എന്തിനാണ് ആ കത്തീഡ്രൽ വിട്ട് ഇങ്ങോട്ട് വന്നത്? ആളിൻ്റെ പെരുക്കത്തിലല്ല, ആളിൻ്റെ ഇളക്കത്തിലും അല്ലെന്ന് പെന്തക്കോസ്ത വിശ്വാസികളും സഭകരും പാസ്റ്റർമാരും മനസ്സിലാക്കുക. ദൈവാത്മാവ് ഒരു വ്യക്തിയെ ശരീരത്തിൻ്റെ പരിച്ഛേദന യഹൂദന് പ്രമാണമായി കൊടുത്തുവെങ്കിൽ പുതിയ നിയമ വിശ്വാസിക്ക് ശരീരപരിച്ഛേദന ആവശ്യമില്ല. ഹൃദയമോ അല്ല, ശരിയായ പരിഭാഷ മനസ്സിന്, നമ്മുടെ മനസ്സിന് രൂപാന്തരം, മാറ്റം അല്ലെങ്കിൽ വ്യതിയാനം വരുന്നതാണല്ലോ മാനസാന്തരം. മനസ്സിന് മാനസാന്തരം വരാതെ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് പകരം വിശ്വാസികളെ കൊണ്ട് നിർബന്ധിച്ച് അന്യഭാഷ പറയിപ്പിക്കുകയും ആത്മാവിനെ ഇറക്കുകയും തലയിൽ കൈവച്ച് തുള്ളിക്കുന്നത് എന്തുപദേശമാണ്? ആത്മാവ് താനേ വരികയില്ലേ? ഏതെങ്കിലും പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർമാര് ആഹ്വാനം ചെയ്തിട്ടാണോ 1-ാം നൂറ്റാണ്ടിലെ മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്? യഹൂദനെ സംബന്ധിച്ചോളം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും പ്രവചനവും ഒന്നും പുതുമയുള്ളതല്ല. അവർ നൂറ്റാണ്ടുകളെ കാണുകയും കേൾക്കുകയും അനുഭവിച്ചവരുമാണ്. 1-ാം നൂറ്റാണ്ടിൽ മർക്കോസിന്റെ മാളികയിൽ ഒരു അസാധാരണമായ ശബ്ദം കേട്ടു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. മർക്കോസിന്റെ മാളികയിൽ നിന്ന് സാധാരണ ശബ്ദമല്ല, കൂട്ടയടിയും കൂട്ട നിലവിളിയല്ല കേട്ടത്. They are listening the unusual sound from the upper room. മുകളിലത്തെ നിലയിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ട് യെരുശലേമിന്റെ തെരുവിൽ സ്വദേശത്തും വിദേശത്തുമായി 17 ഭാഷകൾ സംസാരിക്കുന്ന ജന്മഭാഷയിൽ, അവർ ബേസിക്കലി യഹൂദരാണ് എങ്കിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും വർഷാന്തരഗമന യാത്രയ്ക്ക് വർഷത്തിലൊരിക്കൽ യെരുശലേമിൽ എത്തണമെന്നുള്ള യഹൂദന് കൊടുത്ത പഴയ നിയമ പ്രമാണപ്രകാരം യെരുശലേമിൽ വന്നപ്പോൾ അസാധാരണമായ ശബ്ദം കേട്ടു. അവർ ഓടി വന്നു. എന്താണ് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി 11 പേരോടും പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, യഹൂദ പുരുഷന്മാരെ, നിങ്ങൾ അസാധാരണമായ ശബ്ദം കേട്ട് വന്നതിൻ്റെ കാരണം പെന്തക്കോസ്ത് കൺവെൻഷനുകളിലും അസാധാരണമായ ശബ്ദം കേട്ടിട്ടാണോ ജനം വരുന്നതെങ്കിൽ വിളിച്ചു വരുത്തുന്നതാണോ? വീണ്ടും പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്നത് ആത്മാവിന്. യോവേൽ പ്രവാചകൻ നിങ്ങൾക്കും എനിക്കും സുപരിതനാണല്ലോ. ആ പറഞ്ഞതിൻ്റെ വർത്തമാന നിവൃത്തിയുടെ ഒരു ഭാഗമാണ്. ആത്മാവല്ല, അത് ജഡത്തിന്റെ പ്രവൃത്തിയാണെന്ന് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അന്യഭാഷയുടെ വിശദമായ വിവരണം എൻ്റെ 4-ാം പുസ്തകത്തിൽ മറനീക്കൽ വെളിപ്പാട് സമഗ്ര പഠനത്തിന് പല പേജുകളിൽ കൊടുത്തിട്ടുണ്ട്. ബുക്കിൻ്റെ ഡീറ്റെയിൽ ഞാൻ നൽകിത്തരാം. ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ വിളിച്ചാൽ അയച്ചു തരുന്നതാണ്. ഫ്രീ അല്ല, അതിൻ്റെ വിലയുണ്ട്. ആത്മാവ് തന്നപ്പോൾ, ആത്മാവ് 120 പേരുടെ മേൽ വന്നപ്പോൾ, യേശുക്രിസ്തുവിന്റെ അമ്മ മറിയയിലും ആത്മാവ് വന്നപ്പോൾ അവരും അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് 120 പേരുടെ മേലും ആത്മാവ് വന്നു. ഇന്ന് 100 പേർ കൂടി വരുന്നിടത്ത് എത്ര പേരുടെ മേൽ ആത്മാവ് വരുന്നുണ്ട്? അത് ആത്മാവ് തന്നെയാണോ? കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കുക.
ഇപ്പോൾ വചനാടിസ്ഥാനത്തിലുള്ള അസത്യത്തിനും ദുരുപദേശത്തിനെതിരായി പോരാടുന്നവരായിരിക്കണം. അസത്യം എന്താണ് തിരിച്ചറിയണമെങ്കിൽ ആദ്യം സത്യം തിരിച്ചറിയണ്ടേ? ഏതാണ് സത്യം? അല്ലെങ്കിൽ ഉണ്മയായതെന്താ? യാഥാർത്ഥ്യമായതെന്താ? അതാണ് തിരുവഴുത്തിൽ കൂടെ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് മാർഗം, വഴി. എനിക്ക് മുൻപ് ആരും വഴി കാണിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് മറ്റൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളനും കവർച്ചക്കാരെന്ന് പറയുമ്പോൾ അതല്പം വിരോധാഭാസമായും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. കർത്താവ് നേരിട്ട് പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളനും കവർച്ചക്കാരുമാണ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് അയച്ച പ്രവാചകന്മാരായ യെഹെസ്കേലും യിരെമ്യാവും യെശയ്യാവും യോവേലും തുടങ്ങിയ പ്രവാചകന്മാരും ഏലിയാവും എലീശയൊക്കെ കള്ളന്മാരാണെന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ലേ. കർത്താവിൻ്റെ പേരിൽ പലരും വന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപും പലരും പല രൂപത്തിൽ വന്നു. പിന്നീട് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം, മരണത്തിന് ശേഷവും ഉയർപ്പിന് ശേഷവും അനവധി പേർ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞു. ഇന്ന് വർത്തമാനകാലത്തിലും ഏത് ക്രിസ്തുക്കളുണ്ട്, ഭാവിയിലും ഏത് ക്രിസ്തുക്കൾ വരും എന്ന് വ്യക്തമായും സ്പഷ്ടമായും സ്ഫുടമായും തിരുവെഴുത്തുകൾ പറയുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലെ ആധാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് പറയട്ടെ സ്നേഹത്തോടെ, നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്ക് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന വിഷയം കൊണ്ട് ചർച്ച പഠിപ്പിക്കാതെ വിശ്വാസികളുടെ അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കി അവർക്ക് പാല് കൊടുക്കേണ്ടവർക്ക് പാലും കട്ടിയായ ആഹാരം കൊടുക്കേണ്ട സമയത്ത് കട്ടിയ ആഹാരം കൊടുക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഇളക്കി തുള്ളിച്ചാടിച്ച് എന്താ നൃത്താലയമോ, എന്താ കഥകളിയോ, എന്ത് കൂത്താട്ടമാണ് നിങ്ങൾ പെന്തക്കോസ്തുകാരെ സഭയിൽ നടത്തുന്നത്? നിങ്ങൾ വചനത്തിന്റെ നിർമ്മലയിലേക്ക് മടങ്ങിവാ, ക്രിസ്തുവിലേക്ക് മടങ്ങിവാ. ഞാൻ നിങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്യുന്നു, തിരുവെഴുത്തുകൾ നന്നായി പഠിക്കുക, വചനത്തിന്റെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ഏത് സന്ദർഭമാണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിക്കൽ എവിഡൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആര് ആരോട് എപ്പോൾ എന്തിനു പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന വിളക്കിയ ഒന്നാണ് യോവേൽ 2-ാം അധ്യായം 18-ാം വാക്യം. അത് വിശദമായി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ചോദ്യോത്തരങ്ങളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അന്ന് വർത്തമാനകാലത്തിൽ സംഭവിച്ചത് അതിൻ്റെ ഭാവിയിൽ സംഭവിക്കേണ്ടതുണ്ട്. ഒരു പ്രവചനവാക്യത്തിന് ഭൂതകാലത്ത് നിവൃത്തിയായതുണ്ട്, വർത്തമാനകാലത്തിൽ നിവൃത്തി പദത്തിലേക്ക് പോകുന്നുണ്ട്, ഭാവിയിൽ സംഭവിക്കേണ്ടതുണ്ട്. ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ വർത്തമാനത്തിലാക്കി പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ ഉപദേശിച്ചതാണ് ആത്മാവിൻ്റെ വികലമാക്കി കളഞ്ഞു. അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, പിതാക്കന്മാർ ദർശനങ്ങൾ കാണും. ഇന്ന് എല്ലാവരും ദർശനം കാണുന്നുണ്ടോ? എല്ലാവരും പ്രവചിക്കുന്നുണ്ടോ? എല്ലാവരും ആത്മാവിൽ നിറയപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം പറഞ്ഞാൽ എൻ്റെ ഈ പ്രഭാഷണം മാത്രമല്ല, മറനീക്കൽ എന്ന വെളിപ്പാട് പുസ്തകം ഞാൻ മാർക്കറ്റിലേക്ക് മാറ്റി തിരുത്തി എഴുതി പബ്ലിഷ് ചെയ്യാം. തേനിലും തേൻകട്ടയിലും മധുരമായ ദൈവത്തിന്റെ വചനം, നിർമ്മലമായ വചനം, ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പുഷ്ടിപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ വചനം അവരിലേക്ക് ഇറങ്ങട്ടെ, അവരിൽ ആത്മാവ് നയിക്കട്ടെ. കൈയടിക്ക്, പാട്ടുപാടും, പ്രാർത്ഥിക്കും. പാസ്റ്റർമാരെ, നിങ്ങളല്ല അവരെ നയിക്കേണ്ടത്, നിങ്ങൾ വചനപ്രകാരം അവരെ നയിക്കണം. അതിനാണല്ലോ ഇടയൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ ആത്മാവിനോട് സംസാരിക്കും. ആത്മാവിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണ്ട.